നമസ്തേ. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 7 വാർത്തകളുമായി ന്യൂസ് അറ്റ് 7 തുടങ്ങുകയാണ്. കേരളത്തിൽ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ. അവരെ സംബന്ധിച്ച് വീണ് കിട്ടിയ ഒരായുധമായിരുന്നു കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യ. ഇന്നലെ അതിസമർത്ഥമായി പല മാധ്യമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് SIR-നെതിരെ വലിയ ക്യാമ്പയിൻ ഈ വാർത്തയുടെ പേരിൽ നടത്തി. പക്ഷേ ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ ഒപ്പം പ്രതിരോധത്തിലാക്കുകയാണ്. ഇതടക്കം പരിശോധിക്കാം ന്യൂസ് അറ്റ് 7 PM. കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ CPM-നെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. അനീഷിനൊപ്പം SIR പ്രവർത്തനങ്ങൾക്ക് CPM അയച്ചത് മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനെയാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. പിന്നീട് പോയത് DYFI നേതാവ് പ്രമോദാണ്. കോൺഗ്രസിന്റെ BLA വരേണ്ടെന്നും CPM നിർബന്ധം പിടിച്ചതായി DCC അധ്യക്ഷൻ പറഞ്ഞു. ശബ്ദ സന്ദേശങ്ങളും വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേട്ടുവരാം. ആരോട് പറയുന്നത്? അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ BLA, നിങ്ങൾ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് പോകുമ്പോ എന്നെ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? അല്ല അത് ശരിയല്ലല്ലോ. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം അത് ജോലിഭാരം മാത്രമല്ല. ജോലിഭാരം BLOമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലിഭാരം. പക്ഷെ ജോലിഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം. നിങ്ങൾക്ക് കാങ്കോൽ ആലപ്പടമ്പ് എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. CPM-ന് അതിപ്രസരമുള്ള ഒരു പഞ്ചായത്താണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിൽ അവിടെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ ഫോം കീറിക്കളയുന്ന ഒരു പഞ്ചായത്ത്. അവിടെ BLOമാരെ സ്വാധീനിച്ചുകൊണ്ട് BLOമാരെ നിയന്ത്രിച്ചുകൊണ്ട് CPM-ന്റെ നേതൃത്വം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല, ഞങ്ങൾ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്. ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ BLA അല്ല പോകുന്നത്, ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ DYFI നേതാവും ഒക്കെയാണ് പോകുന്നത്. അതീവ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് CPM-നെതിരെ ഉന്നയിക്കുന്നത്. ഇനി BJP-യുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. CPM ഗുണ്ടായിസത്തിന്റെ ഇരയാണ് അനീഷ് ജോർജ് എന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. വീട് കയറാൻ മറ്റ് പാർട്ടിക്കാരെ ഒപ്പം കൂട്ടരുതെന്ന് CPM പ്രവർത്തകർ അനീഷിനെ ഭീഷണിപ്പെടുത്തി. കണ്ണൂർ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. അനീഷ് ജോർജിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും BJP ജില്ലാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ BLOമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ അടിയന്തരമായി ഇടപെടണം. BLOമാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ജില്ലാ കലക്ടർ അതിനു വേണ്ടുന്ന നേതൃപരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടി BJP ആവശ്യപ്പെടുകയാണ്. നോക്കൂ, ഇവിടെ മരണപ്പെട്ട അനീഷ് ജോർജിന്റെ ഫോൺ പരിശോധിക്കണം. അനീഷ് ജോർജിന്റെ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാകണം. അങ്ങനെ വിധേയമാക്കിയെങ്കിൽ ഇവിടെ ഈ തെളിവുകളെല്ലാം പുറത്തുവരും. അങ്ങനെ പുറത്തുവരുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടത് പോലീസാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നലെ ഈ സമയത്ത് ഈ BLOയുടെ മരണം
അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ SIR-നെതിരെ എങ്ങനെ വഴിതിരിച്ചുവിടാം എന്ന ആലോചനയിലായിരുന്നു കേരളത്തിലെ ഇടത് വലതുമുന്നണികൾ. ഇപ്പോൾ നോക്കൂ, CPM കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നിൽ CPM-ന്റെ ഭീഷണിയാണ് എന്നാണ് വളരെ കൃത്യമായി ഈ ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? BJP-യും കോൺഗ്രസും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെല്ലാമാണ്? ദിലീപ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഏറ്റുകുടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് BLO ആയ അനീഷ് ജോർജിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അത് SIR-നെതിരെയുള്ള ആയുധമാക്കാനുള്ള ശ്രമമാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. SIR ഉണ്ടാക്കിയ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്ന് വ്യാപകമായി നടക്കുകയും ചെയ്തു. എന്നാൽ അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജിന്റെയും അദ്ദേഹം സംസാരിച്ച കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖ് തമ്മിലുള്ള ഫോൺ സന്ദേശം, അവർ കോൾ റെക്കോർഡുകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ കോൾ റെക്കോർഡിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഇത്തരത്തിൽ CPM-കാരുടെ ഭാഗത്തു നിന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ബൂത്ത് ലെവൽ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖിനോട് ഈ ആത്മഹത്യ ചെയ്ത അനീഷ് ജോർജ് വിളിച്ച് പറയുകയാണ്, വൈശാഖെ, നാളെ മുതൽ നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ടതില്ല, കാരണം വന്നു കഴിഞ്ഞാൽ വന്നാൽ CPM-കാർ തടയും, അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ചില അവർ പറയുന്നുണ്ട് എന്ന് ഈ അനീഷ് ജോർജ് വൈശാഖിനോട് പറയുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ പിന്നെ പറയാം, ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല എന്നും അനീഷ് ജോർജ് വൈശാഖിനോട് പറയുന്നുണ്ട്. അപ്പോൾ വൈശാഖ് പറയുന്നുണ്ട്, ഞാൻ കളക്ടർ അടക്കം നിയോഗിച്ച ഒരു ബൂത്ത് ലെവൽ ഏജന്റാണ്, കളക്ടർക്ക് അടക്കം അറിയാം, അപ്പോൾ എന്നെ കൂട്ടാതെ എങ്ങനെയാണ് നിങ്ങൾ പോവുക? അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് തെറ്റാണ്, അങ്ങനെയെങ്കിൽ താൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് വൈശാഖും പറയുന്നുണ്ട്. മാത്രമല്ല, അപ്പോഴാണ് പറയുന്നത് അവരിങ്ങനെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട്, അവർ തടയുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നും അനീഷ് ഈ ഒരു ഓഡിയോ ഫോൺ റെക്കോർഡിൽ പറയുന്നുണ്ട്. ഈ ഫോൺ റെക്കോർഡിൽ വിളിച്ച് പറയുന്ന, അതായത് അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയത് CPM-ന്റെ അവിടുത്തെ പ്രാദേശിക നേതാവായ റഫീഖ് ആണെന്ന ഒരു ആരോപണവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ എടുത്തു പറയേണ്ട ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് CPM പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. അവിടെ വ്യാപകമായി CPM കള്ളവോട്ട് ചേർക്കാറുണ്ട് എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, അനീഷിനൊപ്പം SIR പ്രവർത്തനങ്ങൾക്ക് CPM BLA അല്ല പോയത്, അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് പോയതെന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. സ്വാഭാവികമായും ഒരു ജനാധിപത്യ പ്രക്രിയയെ, SIR പോലുള്ള അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എങ്ങനെ CPM തങ്ങളുടെ വരുതിക്ക് കണ്ണൂരിൽ കൊണ്ടുവരുന്നു എന്നതിൻ്റെ മകുടോദാഹരണം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്. ഒരു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ധാക്കയിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ. കലാപസമയത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പങ്കുണ്ടെന്നും കോടതി പറയുകയാണ്. വിധിക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്ന് ഷെയ്ഖ് ഹസീന അറിയിച്ചു. അതിനിടെ ഷെയ്ഖ് ഹസീനയെ വിട്ടുതരണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂട തലവൻ മുഹമ്മദ് യൂനുസും ഭാരതത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ മാനുഷിക മൂല്യങ്ങൾക്കെതിരായ കുറ്റകൃത്യം ഷെയ്ഖ് ഹസീന ചെയ്തതായി കണ്ടെത്തിയെന്നാണ് കോടതിയുടെ വ്യാഖ്യാനം. മാരകായുധങ്ങൾ പോലീസിന് ലഭ്യമാക്കിയതും പ്രതിഷേധക്കാർക്കെതിരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ബോംബിംഗ് നടത്തിയതിനും ഷെയ്ഖ് ഹസീന നിർദ്ദേശം നൽകി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് തൊട്ടടുത്തു നിന്നും വെടിവെച്ചുവെന്നും കോടതി കണ്ടെത്തലുകളായി പറയുന്നു. ഷെയ്ഖ് ഹസീന നിയമ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു, അക്രമത്തിന് പ്രകോപിപ്പിച്ചുവെന്നും കോടതി പറയുന്നു. ഈ കണ്ടെത്തലുകൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. അതേസമയം വധശിക്ഷ വിധിച്ച കോടതി നിയമവിരുദ്ധമെന്നാണ് ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. കാവൽ സർക്കാർ രൂപീകരിച്ച ഇന്റർനാഷണൽ ക്രൈംസ് കോടതിക്കോ വിധിക്കോ നിയമസാധുതയില്ല എന്നും ഷെയ്ഖ് ഹസീന ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്നും ഷെയ്ഖ് ഹസീന അറിയിച്ചു. ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യത്തിലാണ് വിധി പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. പാകിസ്ഥാന്റെ താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഏത് തരത്തിലുള്ള ഭീകരതയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും
ബ്ലാക്ക്മെയിലിംഗ് വിലപ്പോവില്ലെന്നും കരസേനാ മേധാവി പ്രതികരിച്ചു. രക്തവും ജലവും ഒരുമിച്ച് ഒഴുക്കുക അസാധ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെയാണ് കരസേനാ മേധാവിയുടെ പ്രതികരണം. പ്രകോപനം സൃഷ്ടിച്ചാൽ ശക്തമായ തിരിച്ചടിക്ക് സൈന്യം സജ്ജമെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഭീകരതയോട് മാത്രമല്ല ഭീകരർ പിന്തുണയ്ക്കുന്ന ശക്തികളെയും നേരിടുമെന്നും കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകി. मेरे ख्याल से ये तो एक बड़ी चेतावनी बन के रहेगी, क्योंकि जब आप स्टेट स्पॉन्सर्ड टेररिज्म या राज्य प्रायोजित आतंकवाद को बढ़ावा देते हैं तो ये हमारे लिए, भारत के लिए बहुत चिंता का विषय बन जाता है. क्योंकि देखिए, हम तो एक उन्नति की बात करते हैं, हम सबको साथ में लेके चलने की बात करते हैं. तो जो भी हमारे काम में रोड़ा अटकाएगा उसके लिए हमें कुछ ना कुछ कार्रवाई करनी पड़ेगी. अब जहाँ तक न्यू नॉर्मल का सवाल है, आप देखिए, हमने तो यही बोला है कि पानी और खून एक साथ नहीं बह सकता. ब्लड एंड वाटर कांट फ्लो टुगेदर. टॉक्स एंड टेरर कांट बी टुगेदर. यानी बातचीत, संवाद और आतंकवाद एक साथ नहीं चल सकता है. तो हम तो सिर्फ यही बोल रहे हैं कि आप शांति की प्रक्रिया अपनाइए, हम भी उसका साथ देंगे. जब तक ये नहीं होगा तब जो आतंकवादी हैं या उनके आका हैं वो हमारे लिए समान मान है. दूसरी चीज़ ये है, जो भी आतंकवादी को बढ़ावा देगा हम उसको जवाब देंगे. ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിനു ശേഷം കാശ്മീരിലെ സാഹചര്യങ്ങൾ മാറി. താഴ്വരയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എണ്ണം വർദ്ധിച്ചു. കാശ്മീരിൽ ഭീകരശക്തികളുടെ സ്വാധീനം ഇല്ലാതായെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ഒരു ശക്തിയെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനും അനുവദിക്കില്ലെന്നും കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു. और हमारे पास बैरंग चिट्ठी भी आई तो भी हमें पता है कि जवाब किसको देना है, हमें उसकी चिंता नहीं है. और जहाँ तीसरी बात है कि जहाँ तक आप ब्लैकमेल करना चाहते हैं हमें किसी चीज़ के लिए, मेरे ख्याल से भारत अभी इतना संपन्न है कि हम किसी ब्लैकमेल से डरने वाले नहीं हैं. ചൈന അതിർത്തിയിൽ സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് മാറിയതായും ഉപേന്ദ്ര ദ്വിവേദി പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, ജനം. ഡൽഹി സ്ഫോടന കേസിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദിന് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധം. ഡയറിയും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. മാഡം സർജൻ എന്ന് വിളിച്ചിരുന്ന ഷഹീൻ സയ്യിദാണ് ഭീകരരെ നിയന്ത്രിച്ചിരുന്നത്. ഡിസംബർ 6-ന് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയായിരുന്നു ഭീകരർ ആസൂത്രണം ചെയ്തതെന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ എൻഐഎയുടെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ കണ്ടെത്തിയത്. കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് സ്വദേശി വനിതാ ഡോക്ടർ മാഡം സർജൻ എന്ന് വിളിച്ചിരുന്ന ഷഹീൻ സയ്യിദിന് ലഷ്കർ ഇ തോയ്ബയുമായും ബന്ധമുണ്ടായിരുന്നു. ഡയറിയും ഡിജിറ്റൽ ഉപകരണങ്ങളും പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വനിതാ ഡോക്ടർക്ക് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ ഭീകര സംഘം ഭാരതത്തിൽ രൂപീകരിക്കാനുള്ള നീക്കവും ഇവർ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര ഭീകര സംഘടനകളും പാകിസ്ഥാൻ ചാരസംഘടന ISIയും ചേർന്നുകൊണ്ട് ഡിസംബർ 6-ന് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു ആസൂത്രണം ചെയ്തത്. ഓപ്പറേഷൻ D6 എന്ന പേര് നൽകിയ മിഷൻ തകർത്തുകൊണ്ടാണ് സുരക്ഷാ ഏജൻസികൾ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത് ഭീകരരെ അറസ്റ്റ് ചെയ്തത്. തുർക്കിയിൽ നിന്ന് അബു കാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തുന്ന NIA കൂടുതൽ അറസ്റ്റിലേക്ക് കടന്നേക്കും. കേസിലെ പ്രധാന പ്രതി ഉമർ നബിയുടെ സഹായി അമീർ റാഷിദിനെ ഇന്നലെ പിടികൂടിയിരുന്നു. അതേസമയം റൈസിൻ വിഷം ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയിൽ അറസ്റ്റിലായ പ്രതി സുഹൈൽ ഖാന് IS ബന്ധം സ്ഥിരീകരിച്ചു. ഗുജറാത്ത് ATSഉം ഉത്തർപ്രദേശ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വീട്ടിൽ നിന്നും IS പതാക കണ്ടെടുത്തു. പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിനായി സുഹൈൽ കശ്മീർ സന്ദർശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. ബീഹാറിൽ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 20-ാം തീയതി. നിതീഷ് കുമാർ 10ാം തവണ ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചും മുന്നണിക്കുള്ളിൽ ധാരണയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA നേടിയ മികച്ച വിജയത്തിന് പിന്നാലെ JDU മേധാവി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വ്യാഴാഴ്ച അധികാരമേൽക്കും. പട്നയിലെ ചരിത്ര പ്രസിദ്ധമായ ഗാന്ധി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ, ചിരാഗ് പാസ്വാൻ, ജിതൻ റാം മാഞ്ചി തുടങ്ങിയ കേന്ദ്രമന്ത്രിമാരും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മറ്റ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പട്നയിൽ തുടങ്ങിക്കഴിഞ്ഞു. നിലവിലെ സർക്കാർ ഗവർണർക്ക് രാജി സമർപ്പിച്ചിട്ടുണ്ട്.
പുതിയ മന്ത്രിസഭയിൽ BJPക്ക് 16 മന്ത്രിമാരും JDUവിന് 15 മന്ത്രിമാരും ഉണ്ടാകും. ചിരാഗ് പാസ്വാന്റെ LJPക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്നാണ് റിപ്പോർട്ട്. ജിതൻ റാം മാഞ്ചിയുടെ HAMനും ഉപേന്ദ്ര ഖുശ്വായുടെ RLMനും ഓരോ മന്ത്രിസ്ഥാനം വീതം നൽകും. ഇന്ന് ചേർന്ന JDU നിയമസഭാ കക്ഷി യോഗത്തിൽ നിതീഷ് കുമാറിനെ സഭാ നേതാവായി തെരഞ്ഞെടുത്തു. നാളെ BJP നിയമസഭാ കക്ഷി യോഗവും NDA നേതൃയോഗവും ചേരുന്നുണ്ട്. 243 അംഗങ്ങളുള്ള നിയമസഭയിൽ 202 സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് NDA ബീഹാറിൽ ഭരണ തുടർച്ച നേടിയത്. 89 സീറ്റുകൾ വിജയിച്ച BJPയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ജനം, ഡൽഹി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നിർണായക പരിശോധന നടത്തി. ശ്രീകോവിലിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഇളക്കി മാറ്റി. സാമ്പിൾ ശേഖരിച്ചു. പരിശോധനയ്ക്ക് ശേഷം സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കും. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ തെളിവ് ശേഖരണമാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് നടത്തുന്നത്. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ മൂല്യം, UB ഗ്രൂപ്പ് 1998 നൽകിയ സ്വർണത്തിന്റെ കാലപ്പഴക്കം, 2009 പൂശിയ സ്വർണവും 1998 UB ഗ്രൂപ്പ് നൽകിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക, അറ്റകുറ്റപ്പണികൾക്ക് എന്ന പേരിൽ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപാളികൾ എന്നിവ കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ ഇവയുടെ സ്വർണ്ണപ്പാളികളിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് പ്രധാനമായും പരിശോധനയ്ക്ക് പിന്നിൽ. ശ്രീകോവിലിന്റെ ചുമരിലെ തൂണുകൾ, കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപീഠങ്ങൾ എന്നിവ പരിശോധനയ്ക്കായി ഇളക്കി മാറ്റി. താന്ത്രിക അനുമതിയോടെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചപ്പോൾ തുടങ്ങിയ സാമ്പിൾ ശേഖരണം വൈകിട്ട് 3 മണിയോടെ അവസാനിച്ചു. ഇളക്കി മാറ്റിയ സ്വർണ്ണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷം ഇവ യഥാസ്ഥാനങ്ങളിൽ പുനഃസ്ഥാപിക്കും. സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തുന്നതിനുള്ള വൈദഗ്ധ്യം നേടിയ വിദഗ്ധരാണ് സാമ്പിൾ ശേഖരണവും ശാസ്ത്രീയ പരിശോധനകളും നടത്തുന്നത്. ജനം, സന്നിധാനം. ശരണം വിളികളുടെ മണ്ഡലകാലത്തിന് ഇന്ന് തുടക്കമായി. വ്രതമെടുത്ത് മാലയിട്ട് മനസ്സും ശരീരവും പരുവപ്പെടുത്തി അയ്യനെ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഭക്തർ. വൃശ്ചിക പുലരിയിൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടി ഭക്തസഹസ്രങ്ങളാണ് എത്തിയത്. മേൽശാന്തി ED പ്രശാന്ത് നമ്പൂതിരി പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. വൻ ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സ്വാമിയേ ശരണം. അയ്യപ്പ ശരണ വിളികളാൽ മുഖരിതമായി സന്നിധാനം. വൃശ്ചിക പുലരിയിൽ അയ്യപ്പ ദർശന പുണ്യ സുഹൃതം. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. മാളികപ്പുറത്ത് മേൽശാന്തി മനു നമ്പൂതിരി നട തുറന്നു. ഇന്ന് നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. നടപ്പന്തലും ഫ്ലൈ ഓവറുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. എല്ലാ ദിവസവും പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 വരെയാണ് ദർശനം. 70,000 ഭക്തർക്കാണ് ദിവസവും വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുക. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനം നടത്താം. ഡിസംബർ 3 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണി മുതൽ സത്രം വഴിയും എരുമേലി വഴിയും ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. ജനം, സന്നിധാനം. ഇനി ദുഃഖകരമായൊരു വാർത്തയാണ്. ഭാരതത്തിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മദീനയ്ക്ക് സമീപം ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 45 ഉയർന്നു. ഹൈദരാബാദിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ദുരന്തത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും. മുഫ്രി ഫത്ത് എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. മക്കയിൽ ഉംറ കർമ്മങ്ങൾ പൂർത്തിയാക്കി മദീനയിലേക്ക് മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മദീനയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെ മുഫരിഹത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം 11 മണിക്കാണ് ബസ് എണ്ണ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചത്. ഡ്രൈവർ അടക്കം 46 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശിയായ 24-കാരൻ മുഹമ്മദ് അബ്ദുൽ ഷുഹൈബ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇദ്ദേഹം സൗദി ജർമ്മൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അപകട സമയത്ത് യാത്രക്കാരിൽ പലരും ഉറക്കത്തിലായിരുന്നതാണ് മരണസംഖ്യ ഇത്രയധികം ഉയരാൻ കാരണമായതെന്നാണ് സൂചന. നവംബർ 9 ഹൈദരാബാദിൽ നിന്ന് യാത്ര തിരിച്ച 54 അംഗ സംഘത്തിലെ 46 പേരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത്.
ദാരുണമായ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും റിയാദിലെ ഇന്ത്യൻ എംബസിയുമായും ജിദ്ദയിലെ കോൺസുലേറ്റുമായും സൗദി അധികൃതരുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സഹായങ്ങൾക്കും വിവരങ്ങൾ അന്വേഷിക്കാനും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ജനം, ദുബായ്. ചുവരുകൾ രാഷ്ട്രീയം പറയുന്ന വേളയാണ് തെരഞ്ഞെടുപ്പ് കാലം. കേരളത്തിന്റെ വഴിയോര മതിലുകൾ വോട്ടഭ്യർത്ഥന കൊണ്ടും വാഗ്ദാനങ്ങൾ കൊണ്ടും നിറയുകയാണ്. ചുവരെഴുത്തിനും കലാകാരനും പറയാനുണ്ട് നാടിന്റെ രാഷ്ട്രീയം. ഇതിപ്പോ കൊച്ചി നഗരസഭയുടെ ഏത് വാർഡിലേക്കാ? ഇത് 26ാം ഡിവിഷൻ. ഇത് എഴുതിയാ മതിയാ ചേട്ടാ? ഇത് ബുക്കഡാണ്. ബുക്കട. പിന്നെ ഇത് സ്ഥാനാർത്ഥി ആരായിരുന്നു? ഇത് അഡ്വക്കേറ്റ് നിമിഷ MG എന്ന് പറയും. അതിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമല്ലേ, പ്രാദേശികമായിട്ടുള്ള സംഭവങ്ങളല്ലേ, അപ്പൊ ചിലരുടെ സ്വാധീനമൊക്കെ ഇതിൽ ഉപയോഗിക്കാം. ചിലര് ബുക്ക് ചെയ്ത് പോയോടത്ത് മറ്റുള്ളവർ വന്ന് എഴുതി കഴിഞ്ഞാൽ അടിയാ. അടിയൊന്നും അല്ല, സൗഹൃദമാണല്ലോ. വാശിയും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു, കാരണം തദ്ദേശ എല്ലാം അറിയുന്നവരല്ലേ, എല്ലാം അറിയുന്നവർ. അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാകും. ആയിരിക്കാം, അങ്ങനെയൊക്കെ വരും. മാത്രമല്ല ഇത് ഞങ്ങൾ ചെയ്തു എന്നുള്ള അവകാശവാദമൊക്കെ വരുമല്ലോ. ഒന്നും ചെയ്തില്ലെന്ന് മറുപക്ഷം. NDA സ്ഥാനാർത്ഥി ഈ ഇത് തന്നെയാണോ? അത് തന്നെ മോനെ, 10-40 വർഷമായില്ലേ തുടങ്ങിയിട്ട്. സ്ഥാനാർത്ഥി ഇത് എഴുതി എല്ലാവർക്കും വേണ്ടി എഴുതി അങ്ങോട്ടോട്ട് മാറിപ്പോവോ? UDF കുറേ ഇങ്ങനെ എഴുതിയതിന് ശേഷം ആയിരിക്കും അടുത്ത ചുവര് നമ്മൾ LDF എഴുതുന്നത്. അപ്പൊ UDF എന്ന് എഴുതാറുണ്ട്. അങ്ങനെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. താമരയ്ക്ക് പകരം കൈപ്പത്തി പകരം അരിവാൾ ചുറ്റിയൊക്കെ അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നീട് രാത്രി ചെയ്യുന്നത് വായിച്ചിട്ട് കൊടുത്ത് രണ്ടാമത് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങനെ ഈ ബോർഡ് വെച്ചിട്ട് പൈസ കിട്ടിയില്ല, മതിലെഴുതിയിട്ട് പൈസ കിട്ടിയില്ല, എല്ലാവരെയും പറ്റിക്കുന്നതാണ് രാഷ്ട്രീയക്കാർ, നിങ്ങളെയും പറ്റിക്കാറുണ്ടെന്നൊക്കെ. ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഈ സ്നേഹത്തിന്റെ പുറത്തൊക്കെ കുറേയൊക്കെ നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണല്ലോ. കാര്യം ഞങ്ങളൊക്കെ ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ആകുന്നത് ശരിക്കും ഇത്തരം പ്രസ്ഥാനങ്ങൾ വഴിയൊക്കെ. ഇത് നമ്മൾ പിന്നീട് അത് തൊഴിലായിട്ട് സ്വീകരിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഞാനിപ്പോൾ ഇങ്ങ് നടന്നു വരുന്ന വഴി പല മുദ്രാവാക്യങ്ങളുണ്ട് കൊച്ചിയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി. ഈ എഴുതിയതൊക്കെ എത്ര രാഷ്ട്രീയക്കാർ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട്? എല്ലാവരും നമുക്ക് അതെ. ഷൺമുഖൻ ചേട്ടൻ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ചേട്ടൻ്റെ ജോലിയും. സാധാരണക്കാരായിട്ട് ഏറ്റവും ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്, സാധാരണക്കാരനാണ്. എന്താണ് കൊച്ചി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ ഈ ജനങ്ങളുടെ പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നതാണ്? കൊച്ചി നേരിടുന്ന പ്രശ്നം ശരിക്കും ട്രാഫിക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ മലിനീകരണം. എവിടെയും നമുക്ക് മൂക്കുപൊത്താനാവാത്തൊരവസ്ഥ, പൊത്തിക്കൊണ്ടേ നമുക്ക് നടക്കാൻ കഴിയും. ചവറ് കൂനകളെല്ലാം. മെട്രോ വന്നിട്ടൊന്നും ട്രാഫിക്കിനെ അത്ര ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിനിമയിലുണ്ടല്ലോ, സലീം കുമാർ കൊച്ചി എത്തി എന്ന് പറയുന്ന ഉറക്കത്തിൽ മണത്തിട്ടാ കൊച്ചി എത്തി ഇതാ. ഇപ്പൊ മാറ്റമുണ്ടോ അതോ ആസൂത്രണത്തിന്റെയൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാണകളുടെയൊക്കെ ചിലത് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൈസ വേസ്റ്റായിട്ട് സർക്കാരിന്, ഏത് സർക്കാരിനാണെങ്കിലും നഷ്ടപ്പെടുന്നത് ഒരു നഷ്ടം തന്നെയാണ്. ഏത് സർക്കാരാണെങ്കിലും ഒരു ആർഭാടം കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ? ആർഭാടം കുറച്ചാൽ നന്നായിരിക്കും. ഡ്രഗ്സ് ഒക്കെ വലിയ വിഷയമാണല്ലോ കൊച്ചിയിൽ. അങ്ങനത്തെ വലിയ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നു. പുതിയ തലമുറയിൽ അങ്ങനെ കൂടുതൽ ഡ്രഗ്സ് ഉപയോഗം കൂടുന്നു എന്നൊക്കെ പറയുന്നത്, അതും കൊച്ചിയുടെ ഒരു വലിയൊരു ശാപമാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു കൊച്ചി വഴിയാണ് കൂടുതൽ ഇത് കടന്നു പോകുന്നത്. എല്ലാ സൗകര്യങ്ങളുള്ളത് ശരിക്കും കൊച്ചിയാണല്ലോ. അതുകൊണ്ടാണ് അവിടെ വിറ്റഴിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്നാണ് തോന്നുന്നത്. ചുവരെഴുത്തുകൾ ഓരോന്നും ചെന്നെത്തുന്നത് വോട്ടർമാരുടെ മനസ്സിലേക്കാണ്. ഓരോ നോട്ടവും വോട്ടാക്കി മാറ്റാനുള്ള ഒരു മാസ്മരികത ഈ കലാകാരന്മാർക്കുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കും ആർട്ടിസ്റ്റ് ഷൺമുഖൻ ചേട്ടനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.